നമസ്കാരം. പ്രിയ രാജീവ് ഗാന്ധിയുടെ മക്കളെ കേരള ജനതയ്ക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിലെ പത്രികാ സമർപ്പണത്തിന് എത്തിയപ്പോഴേ രാഹുലിനെയും പ്രിയങ്കയും ഒരു നോക്ക് കാണാൻ ജനം ഒഴുകിയെത്തിയത്. ഇത് തിരിച്ചറിഞ്ഞ് തന്നെയാണ് പ്രവർത്തകരെയും വോട്ടർമാരെയും ആവേശത്തിലാക്കാൻ ഇന്ന് പ്രിയങ്ക മുഴുവൻ സമയവും വയനാട്ടിൽ ചെലവഴിക്കുക. ചേട്ടൻ രാഹുൽ ഗാന്ധിക്ക് വിജയം ഉറപ്പിക്കാനും ഭൂരിപക്ഷം ഇരട്ടിയാക്കാനും അനിയത്തിക്കുട്ടി ഇന്ന് വയനാട്ടിലെത്തുകയാണ്. മാനന്തവാടിയിലും പുൽപ്പള്ളിയിലും നിലമ്പൂരും അരീക്കോട്ടും പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്ന പ്രിയങ്ക വീരമൃത്യു വരിച്ച വസന്തകുമാറിന്റെ വീട് സന്ദർശിക്കും. ഇനി വോട്ടെടുപ്പിനുള്ളത് 3 നാൾ മാത്രമാണ്. കേരളത്തിലെ പ്രചാരണത്തിന് ആവേശം നിറയ്ക്കാൻ AICC ജനറൽ സെക്രട്ടറിയായ പ്രിയങ്ക ഗാന്ധി വീണ്ടും എത്തുകയാണ്. വയനാട്ടിൽ മത്സരിക്കുന്ന സഹോദരൻ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ഉറപ്പിക്കുകയാണ് ലക്ഷ്യം. രാഹുലിന്റെ വിജയം വയനാട്ടിലെ UDF കോട്ടയിൽ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ഭൂരിപക്ഷം ഉയർത്താനാണ് പ്രിയങ്കയുടെ വരവ്. 5 ലക്ഷം ഭൂരിപക്ഷമാണ് UDFന്റെ മനസ്സിൽ. എന്നാൽ രാഹുലിന്റെ വിജയ മാർജിൻ കുറയ്ക്കാൻ ശക്തമായ ഇടപെടലാണ് CPM നടത്തുന്നത്. ഇത് മനസ്സിലാക്കിയാണ് പ്രിയങ്ക വീണ്ടും എത്തുന്നത്. നിരവധി പൊതുയോഗങ്ങളിൽ അവർ പങ്കെടുക്കും. വയനാട്ടിലെ യാത്രകൾ റോഡ് ഷോ മോഡലാക്കാനാണ് സാധ്യത. രാവിലെ 10 മണിക്ക് കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന പ്രിയങ്ക ഹെലികോപ്റ്ററിൽ മാനന്തവാടിയിൽ എത്തിച്ചേരും. 10:30 മാനന്തവാടിയിൽ പൊതുസമ്മേളനം. 11:45 പുൽപ്പള്ളിയിൽ കർഷക സംഗമത്തിൽ പങ്കെടുക്കും. 1:20 പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ VV വസന്തകുമാറിന്റെ തൃക്കൈപ്പറ്റയിലെ തറവാട്ട് വീട്ടിൽ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച. 2 മണിക്ക് നിലമ്പൂരിലും 3:40 അരീക്കോടും നടക്കുന്ന പൊതുസമ്മേളനങ്ങളിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. രാത്രി വൈത്തിരിയിലെ റിസോർട്ടിൽ തങ്ങുന്ന പ്രിയങ്ക നാളെ തിരിച്ചു പോകുമെന്നാണ് KPCC നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. വൈത്തിരിയിൽ മാവോയിസ്റ്റ് വെടിവയ്പുണ്ടായ സാഹചര്യത്തിൽ കോഴിക്കോട്ടെ റിസോർട്ടിലും പ്രിയങ്കയ്ക്ക് താമസ സൗകര്യം പരിഗണിക്കുന്നുണ്ട്. കനത്ത സുരക്ഷയാണ് പ്രിയങ്കയ്ക്ക് ഒരുക്കുന്നത്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക എത്തിയപ്പോൾ ഗസ്റ്റ് ഹൗസിലായിരുന്നു താമസം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ പത്രിക സമർപ്പിച്ച ശേഷം നടത്തിയ റോഡ് ഷോയിൽ പ്രിയങ്കയും പങ്കെടുത്തിരുന്നു. തുടർന്ന് സഹോദരനായി വയനാട്ടുകാരുടെ പിന്തുണ തേടി പ്രിയങ്ക ഗാന്ധി കുറിപ്പുമിട്ടിരുന്നു. ട്വിറ്ററിലൂടെയാണ് പ്രിയങ്ക രാഹുലിനായി വോട്ട് തേടിയത്. തന്റെ സഹോദരൻ, തന്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്ത്, അതിനൊക്കെ മേലെ താൻ കണ്ട ഏറ്റവും ആത്മധൈര്യമുള്ള മനുഷ്യൻ, അവനെ കരുതലോടെ കാക്കുക വയനാടെ. അവൻ ഒരിക്കലും നിങ്ങളുടെ അഭിമാനം തകരാൻ അനുവദിക്കില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയ രാഹുലിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു പ്രിയങ്കയുടെ ട്വീറ്റ്. പ്രിയങ്ക എന്തു പറയുമെന്ന കാര്യത്തിൽ വലിയ ആകാംക്ഷയിലാണ് വയനാട്. ഇടതുപക്ഷത്തിനെതിരെ ഒന്നും പറയില്ലെന്ന് താൻ പറഞ്ഞത് രാഹുൽ കൃത്യമായി പാലിച്ചിരുന്നു. അതേ നിലപാടാണോ പ്രിയങ്കയുടേതെന്നും ഇന്ന് വ്യക്തമാകും. മോദിയെ മാത്രം കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിൽ നിന്ന് മാറി രാഹുൽ ഗാന്ധിയെ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിലേക്കാണ് മാറുന്നത്. രാഹുലിനൊപ്പം പ്രിയങ്കയെ സൂപ്പർ ഹീറോയായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കോൺഗ്രസിന്റെ ന്യായ് പദ്ധതി 1.2 കോടി വീടുകളിലേക്ക് എത്തിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരമൊരു നീക്കവും നടക്കുന്നത്. സോഷ്യൽ മീഡിയയിലടക്കം ഇത്തരം രീതികളാണ് കോൺഗ്രസ് തുടങ്ങിയിരിക്കുന്നത്. 200 സീറ്റുകൾ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. BJPക്കെതിരെ ദേശീയ തലത്തിൽ ഒരു സൂപ്പർ ഹീറോയായി പ്രിയങ്കയെ കോൺഗ്രസ് അവതരിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും വൻ ജനക്കൂട്ടമാണ് അവരുടെ പ്രചാരണത്തിനെത്തുന്നത്. സ്ത്രീകൾക്കിടയിൽ കോൺഗ്രസ് അധ്യക്ഷന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുകയാണ് പ്രിയങ്കയ്ക്കുള്ള ജോലി. പ്രിയങ്ക ഗാന്ധിക്ക് പുറമെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രചാരണത്തിനായി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും വയനാട്ടിലെത്തുന്നുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ സംഘടിപ്പിക്കുന്ന റോഡ് ഷോയിലും പൊതുയോഗത്തിലും സ്മൃതി പങ്കെടുക്കും. പ്രിയങ്ക ഗാന്ധിക്ക് പുറമെ മുതിർന്ന കോൺഗ്രസ് നേതാവായ ഗുലാം നബി ആസാദും വെള്ളിയാഴ്ച വയനാട്ടിൽ പ്രചാരണത്തിനെത്തും. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.